ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കൂളുകൾ വഴി വിതരണം ചെയ്യുന്ന കിറ്റുകളുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിറ്റുകൾ അത്തരത്തിലൊരു കിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ, അൺബോക്സിംഗ് ഒന്നല്ല, ഞാൻ തുറന്നു നോക്കിയതാണ്. അപ്പോൾ അതിലെല്ലാം എന്തെല്ലാം ഉണ്ട് എന്ന് ഈ വീഡിയോയിൽ ആദ്യം നമ്മളിത് പറഞ്ഞിരുന്നു, ഇതിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അരി അടക്കം 10 ഐറ്റമുള്ള ഒരു സാധനങ്ങളാണ് ഇതിലുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ്. നമ്മുടെ റേഷൻ കിറ്റ് കിട്ടിയ പോലെ തന്നെ അത്രയും വലിപ്പമുണ്ട് കിറ്റ്, പക്ഷേ അത്രയും സാധനങ്ങളില്ല. റേഷൻ കിറ്റിൽ അരി ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതിൽ അരി ഉണ്ടായതുകൊണ്ടാണ് കിറ്റിൻ്റെ വലിപ്പം തോന്നിക്കുന്നത്. ഇത് LP സ്കൂളുകാർക്കുള്ളതാണ്. 2.5 കിലോ അരി ഉണ്ട് ഇതിൽ. പിന്നെ ഉള്ളത് ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ്. 10 ഐറ്റം സാധനങ്ങളുണ്ട്. അതിൽ ഇതാ ഉപ്പ്, ഇത് ഉപ്പാണ്, ഉപ്പൊരു പാക്കറ്റ്. പിന്നെ ഉള്ളത് ചെറുപയർ 1/2 കിലോയുടെ ഒരു പാക്കറ്റാണ് ഉള്ളത്, സപ്ലൈകോൻ്റെയാണ്. പിന്നെ പരിപ്പുണ്ട്, 1/2 കിലോ പരിപ്പുണ്ട്. പിന്നെ 100 ഗ്രാം മല്ലിപ്പൊടിയാണിത്. പിന്നെ 100 ഗ്രാം മുളക് പൊടി, അതുപോലെ തന്നെ 100 ഗ്രാം മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെയുള്ളത് പഞ്ചസാര 1 കിലോ ആണ്. 1 കിലോ പഞ്ചസാര ഉണ്ട്. നമ്മൾ സപ്ലൈകോൻ്റെ പാക്കിങ് തന്നെയാണ്, അത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അതേപോലെ തന്നെ. 1 കിലോ ആട്ട ഉണ്ട്, ആട്ട 1 കിലോ. പിന്നെ കടല 1/2 കിലോ ഉണ്ട്, 1/2 കിലോ ആണ് കടല ഉള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കിറ്റിലുള്ളത്. പിന്നെ അരി 2.5 കിലോ അരിയുണ്ട്. ഈ അരിയിൽ വ്യത്യാസം ഉണ്ടാവും UP സ്കൂളുകാർക്കാവുമ്പോൾ. ഈ കിറ്റിൽ എന്തെല്ലാം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് LP സ്കൂളുകാർക്കുള്ള കിറ്റാണ്. ഇനി UP സ്കൂളുകാർക്കുള്ള കിറ്റിൽ ഇതിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ, അരിൻ്റെ അളവിലൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് 2.5 കിലോ അരിയാണ്. സ്കൂളുകാർക്കുള്ള കിറ്റിൽ അരിയിൽ വ്യത്യാസം ഉണ്ടാവും, അരിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത്ര ഉള്ളൂ മാറ്റം. പിന്നെയുള്ള ഇത് ഫസ്റ്റ് കട്ടാണ്. ഇത് കഴിഞ്ഞ വർഷം സ്കൂളുകൾ നേരത്തെ അടച്ചതും ഉച്ചഭക്ഷണം വിതരണം ചെയ്യാത്തത് മൂലം വിദ്യാഭ്യാസ വകുപ്പിൽ വന്ന മിച്ചം പൈസ കൊണ്ടാണ് ഇത് ഇത്തരം കിറ്റ് തയ്യാറാക്കി സർക്കാർ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനി ഇതിന്റെ അടുത്ത ഘട്ടങ്ങൾ, ഈ ലോക്ക്ഡൌൺ നീണ്ട് എത്ര കാലം സ്കൂൾ തുറക്കാതിരിക്കുന്നുവോ അത്രയും ഘട്ടങ്ങളായിട്ട് ഇതുപോലുള്ള വിതരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും. ഈ കാണുന്നത് എൻ്റെ പുതിയൊരു ചാനലാണ്. മലയാളം വേൾഡ് ഹിസ്റ്ററി ബൈ മുനീർ എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ പല വീഡിയോകളും ഈ വീഡിയോ ചാനലിൽ ഉണ്ടാവും. നിങ്ങൾ ഈ ചാനലൊന്ന് സന്ദർശിച്ചിട്ട്, ഇപ്പോൾ ഞാൻ 2 വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ മലയാളം ഹിസ്റ്ററി വേൾഡ് എന്ന ഈ റൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനലിലെത്താം. നിങ്ങൾ ഈ ചാനൽ സന്ദർശിച്ചിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.